ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ വീഡിയോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ മക്കളെയും കൊണ്ട് മദ്രസയിലേക്ക് പോകുന്നതാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ മദ്രസയിൽ കൊണ്ടുവിടാണ്. ഈ ഇടയായിട്ട് വണ്ടിയൊക്കെ പഠിച്ചുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണല്ലോ. ഒരാളെയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്തൊരു കാര്യമായാലും നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റിയ വളരെ ഒരു നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ മക്കളെ കൊണ്ട് മദ്രസയിൽ വിട്ടിട്ട് വേറെ വന്ന് അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് കടലക്കറിയും പുട്ടുമാണ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫേവറേറ്റാണ്. ഒരു സമയത്ത് എനിക്ക് ഈ കടലക്കറി വെക്കുമോ ഇങ്ങനെ പൊടിയിട്ടിട്ട് വെക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി എനിക്കത് അത്ര അറിയില്ലേനു. ഇപ്പോൾ ഓക്കെ ഗൈസ്. അപ്പം അങ്ങനെ പുട്ടിന് പൊടിയൊക്കെ കുഴച്ചു. അജ്മി പുട്ടുപൊടി തന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പുട്ട് ഉണ്ടാക്കാനൊന്നും അറിയാത്ത ആൾക്കാർ പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ മെത്തേഡ് കണ്ടിട്ടില്ലേ? പാക്കറ്റ് പൊളിച്ച് പാത്രത്തിൽ ഒഴിക്കുന്നു, ഉപ്പിടുന്നു, വെള്ളം ഒഴിക്കുന്നു, മിക്സാക്കിയിട്ട് അവിടെ ഒരു ഹാഫ് ആൻ അവർ ഒരു 10 മിനിറ്റ്സ് അങ്ങനെ മൂടിയിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ഒക്കെ കടൽ നമ്മൾ വറുത്തരച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ വറുത്തിട്ട് പൊടിയൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് അത് മാറ്റി വെച്ചിന്. അപ്പോൾ അടുത്ത് പുട്ടിനുള്ളതാണ് വെക്കുന്നത് അടുപ്പത്ത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെയല്ലേ മുത്തുമണീസ്, ഈ കുക്കറിന് നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ തുണി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാലേ, ഈ കുക്കറിൽ ഇതിൻ്റെ മുമ്പേ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ കുക്കറിൽ ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നല്ലോ, ചെറുതാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ സ്പൂണൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നാലും തിളച്ച് മറിയുന്നുണ്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുണിയും പുറത്തേക്ക് വെള്ളമൊക്കെ അതും പണിയല്ലേ, തുടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുണിയൊന്ന് അങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ അരപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ കടലല്ലേ, ഈ കടലക്കറിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ വെന്ത് വന്ന കടല നമ്മളൊന്ന് മിക്സിയിൽ അരച്ചിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്ത് നോക്ക്. ആ ടേസ്റ്റൊക്കെ വന്ന് നല്ല ടേസ്റ്റായിരിക്കും കടലക്കറി. എൻ്റെ വീട്ടിലെ കടലിൻ്റെ കറി വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചോറ്റിനും അത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ഇതായി അവിടെ തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടൊക്കെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ അവർ സ്വയം കുളിക്കും. മൂന്നാളും അല്ലേ, രണ്ടാളും മാത്രം കുളിക്കും, മൂന്നാമത്താളും നമ്മൾ തന്നെ ഒരുക്കി വിടണമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കടലക്കറി. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. മുളക് വാങ്ങിയിട്ട് വന്നത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അതിൽ കുറച്ച് വേണ്ടത് നമ്മൾ ബോട്ടിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം കേടുകൂടാണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ അതെന്തിനാ വെച്ചാലേ നമുക്കിത് കടുക് വറുത്തിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് മുളകും കൂടി വറുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ടെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടി പുട്ട് റെഡിയായി. അങ്ങനെ പുട്ടിൻ്റെ പണി ഇനി ഒരു കുട്ടിയും കൂടി ആക്കിയാലും ഓക്കെ, അത് റെഡിയായി. പിന്നെ നമുക്കത് വേണ്ടുള്ള ഓയിൽ ഒഴിച്ചു. പിന്നെ അതിൽ ഞാൻ ഇടാൻ പോകുന്നത് കടുക് മാത്രം ഇടാൻ. കടുകിൻ്റെ ശേഷം മുളക് അങ്ങ് കട്ട് ചെയ്തിട്ടിട്ടോ. പിന്നെ കരിവേപ്പിലിട്ട് അത് അങ്ങ് വറുത്തതിലൊഴിച്ചാൽ കറി റെഡിയായി മക്കളെ. അടുത്ത് ചായക്കുള്ള പാൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വരുന്ന സമയത്ത് അതിനുള്ള ചായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഈ ചായക്കൊരു പ്രത്യേകത, ഏതൊരു ചായയും നമ്മൾ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാം. ഈ ചായ തിളച്ച് വരുന്നില്ലേ, തിളച്ച് വന്ന ഉടനെ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫാക്കുന്നത്. നന്നായിട്ട് തിളച്ച് ഒരു മാക്സിമം 1 മിനിറ്റെങ്കിലും നല്ലോണം തിളച്ചാൽ മാത്രമേ ആ ചായക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്കുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ രാവിലത്തൊക്കെ കഴിക്കാൻ കൊടുത്ത് അപ്പോൾ ഞാൻ നേരെ ഉച്ചക്കുള്ളത് റെഡിയായി. മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ പേരാണ് തളയനെ. അപ്പോൾ ഇതിൻ്റെ പേര് തളയൻ തന്നെയല്ലേ, വേറെ എന്താ പേരെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ മീനിൻ്റെ പേരൊക്കെ അത്ര അറിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ സിൽവർ കളർ ഒരു മഷി പോലത്തെ ഒരു എന്താ പറയുക, വെണ്ണീര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇങ്ങനെ എടുക്കണം. നല്ല വൈറ്റ് കളറായിട്ട് ഉണ്ടാകുക. അപ്പോൾ എനിക്കില്ലേ എന്താണെന്നറിയില്ല ഗൈസ്, ഈ വലിയ മീനൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ അത് വൃത്തിക്ക് കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടാവും, അവൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ സൈഡിലുള്ള മീനിൻ്റെ മുള്ളൊക്കെ ഞാൻ കട്ട് ചെയ്യലല്ല. അപ്പോൾ ഞാൻ ഉമ്മാക്കും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതില്ല, അതിപ്പോൾ ഒന്ന് സ്ലിപ്പാണ്, പുതിയതായതുകൊണ്ട് കൈ കൊണ്ട് സ്ലിപ്പായി പോകുന്നുണ്ടാണ്. അപ്പോൾ അതിലെങ്കിലും ഇത് ആ തലക്കുന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ അതിങ്ങ് വരും. അപ്പം ഇങ്ങനെ മീൻ ഇങ്ങനെയൊക്കെ കഴുകി റെഡിയായി. ഇനി കറി വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള കടുക് പൊട്ടിച്ചു. അതിൻ്റെ തക്കാളി ഉള്ളി ഇടൂല കേട്ടോ. തലേനേക്കാളും തേങ്ങ അരച്ച കറിക്ക് ഞാൻ ഓൾറെഡി തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയിലിടുന്ന കുറച്ച് ഇഞ്ചി ഇടും, മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി അങ്ങനെ ഇട്ടിട്ട് അരക്കുക. നന്നായിട്ട് അരച്ച് വന്നാൽ അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകിയിട്ട് വെച്ചിട്ട് വൃത്തിയാക്കിയിട്ടുള്ള മീനങ്ങ് ഇട്ടു. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ കയ്പ്പക്ക ഉണ്ടല്ലോ. എൻ്റെ ഒരു ഫേവറേറ്റ് വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ കയ്പ്പക്കയാണ്. അത് കയ്പ്പക്ക എന്ന് വെച്ചാൽ നല്ല കറുത്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഡാർക്ക് ഗ്രീനായിട്ടുള്ള കയ്പ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം കയ്പ്പ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തായി, കയ്പ്പക്ക മുളക്
ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പുളിയും മുളകെല്ലാം ഇട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും മക്കളെ, നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ കയ്പ്പക്ക അത്ര ആർക്കും ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുളകിൻ്റെ പൊടി മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടുക. അപ്പോൾ ഇതിൻ്റെ പേര് ശർക്കര എന്നാ, വെല്ലം എന്ന് പറയും, പക്ഷെ അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ശർക്കര എന്ന് പറയാം. അങ്ങനെ അതൊക്കെ ഇട്ട് കരിവേപ്പിലിട്ട് പുളി അങ്ങനെ തിളച്ച് വന്ന് നമ്മളെ കറി റെഡിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ